പി കെ ഫിറോസ് പറയുന്നത് ക്രിസംഖികളാണ് ഇത്തരത്തിലുള്ള ഒരു അസഹിഷ്ണുതയ്ക്ക് ഉണ്ടാക്കാൻ കാരണം എന്ന നിലപാടിലാണ് ഇപ്പോൾ യൂത്ത് ലീഗ് എത്തിയിരിക്കുന്നത്. ലീഗിന്റെ നിലപാട് അതിനിർണായകമാണ് ഈ വിഷയത്തിൽ. ഇത്രയും ദിവസം ലീഗ് പ്രതികരിച്ചിരുന്നില്ല. സർക്കാരിനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള നിലപാടാണ് മുസ്ലിം ലീഗ് എടുത്തിരിക്കുന്നത്. അത് പി കെ കുഞ്ഞാലിക്കുട്ടി എടുത്തു പറയുകയും ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി നല്ല നിലപാടാണ് ഇക്കാര്യത്തിൽ എടുത്തത് എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അതേസമയം സഭകൾ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് സർക്കാരിനെതിരെ ഈ വിഷയത്തിൽ സ്കൂളിനെ തുടർച്ചയായി വിമർശിക്കുകയും ഹിജാബ് അനുവദിക്കാം സ്കൂളുകളിൽ എന്ന നിലപാടെടുക്കുകയും ചെയ്ത വിദ്യാഭ്യാസ മന്ത്രി ഒരേ സമയത്ത് തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. കന്യാസ്ത്രീകളാണ് ഇങ്ങനെ ഹിജാബിനെ വിലക്കിയത് എന്ന്. ഇതാണ് ഇപ്പോൾ കത്തോലിക്ക സഭ ആയുധമാക്കി മാറ്റുന്നത്. കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ ജാഥ നടക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു വിഷയം ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയവും അവർ ഉന്നയിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി മാപ്പ് പറയണം എന്ന ആവശ്യമാണ് കത്തോലിക്ക കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഒപ്പം സി വി അനുമോദ് ലീഗിന്റെ നിലപാടുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നു. ആജ്ഞ ചേരുകയാണ്. ക്രൈസ്തവ സഭകളുടെ നിലപാട് ഈ വിഷയത്തിൽ എന്തായിരിക്കും തുടർന്ന് എന്നതിനെക്കുറിച്ച് പറയുന്നതിന്. ഡാൻ, ഈ വിഷയത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് നോക്കുമ്പോൾ സർക്കാരിന്റെ നിലപാട് ഹിജാബ് അനുവദിക്കണമായിരുന്നു എന്ന് തന്നെയാണല്ലോ. ആദ്യ ദിവസത്തെ നിലപാടല്ല, പിന്നീട് അതിൽ നിന്ന് മലക്കം മറിഞ്ഞെങ്കിലും ഒടുവിൽ അതേ നിലപാട് തന്നെ ആവർത്തിക്കുകയാണല്ലോ. മറ്റൊന്നുകൂടിയുണ്ട്, ലീഗ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് പിന്തുണയുമായി ഈ വിഷയത്തിൽ വന്നിരിക്കുന്നു എന്നതുകൂടിയുണ്ട്. അതേസമയത്ത് കോൺഗ്രസ് പരസ്യമായി ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറയുന്നുമില്ലല്ലോ. അതായത് നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പള്ളുരുത്തി സ്കൂൾ മാനേജ്മെന്റ് എടുത്ത നിലപാടിൽ ആ സ്കൂൾ മാനേജ്മെന്റ് ഉറച്ചു നിൽക്കുകയാണ്. അതേപോലെ തന്നെ ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും എടുത്ത നിലപാടിൽ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് മാനേജ്മെന്റും മറ്റൊരു വിട്ടുവീഴ്ചയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പും തയ്യാറല്ല എന്നതാണ് വസ്തുത. തൽക്കാലത്തേക്കെങ്കിലും പ്രശ്നത്തിനൊരു പരിഹാരമായിരിക്കുന്നത് ഈ കുട്ടിക്ക് അവിടെ തുടർന്ന് പഠിക്കുന്നതിന് മാനേജ്മെന്റിന്റെ മാനദണ്ഡങ്ങൾ ഒരു തടസ്സമായി മാറുമെന്ന് കണ്ട് ആ കുട്ടിയുടെ TC അവിടെ നിന്ന് വാങ്ങാൻ അതിന്റെ രക്ഷകർത്താക്കൾ തയ്യാറായതോടെയാണ് തൽക്കാലത്തേക്കെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അവിടെ മറ്റു തരത്തിലുള്ള ചർച്ചകളൊന്നും നടന്നതിന് ശേഷമല്ല. അതിനിടയിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് സന്യസ്ത സമൂഹവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്ന ഒരു പ്രസ്താവന, അതിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തിക്കൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ മന്ത്രി രാജിവെക്കണം, ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നടന്ന പ്രസ്താവന. സന്യസ്ത സമൂഹത്തെ അപമാനിക്കാനുള്ള നിലപാടാണ് മന്ത്രിയുടെ പ്രസ്താവനയിലൂടെ പുറത്തു വന്നത് എന്ന തരത്തിലായിരുന്നു കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെ അതിനോട് പ്രതികരിക്കുകയും ചെയ്തത്. അതിലാണ് നിലപാട് വ്യക്തമാക്കി മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് രംഗത്തെത്തിയത്. അദ്ദേഹം പറയുന്നത് താൻ ആരെയും അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല, ജനാധിപത്യപരമായി എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള അവകാശങ്ങളെപ്പറ്റി മാത്രമാണ് പറഞ്ഞത്. എല്ലാ സ്കൂളുകൾക്കും ഒരേ നിയമമാണ് ബാധകമായിട്ടുള്ളത്. ഒരു സ്കൂളിന് മാത്രമായി പ്രത്യേകം ഒരു നിയമം നടപ്പിലാക്കാൻ കഴിയില്ല. ഈ വിഷയത്തിൽ മറ്റ് ഒത്തുതീർപ്പുകൾക്കൊന്നും ഇനിയില്ല. നിയമത്തിന്റെ വഴിയെ തന്നെ പോകും. അവിടെ താൻ ആരെയും അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല. കത്തോലിക്ക കോൺഗ്രസിന്റെ സ്കൂളിൽ നടന്ന ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് ഈ വിവാദം ഉണ്ടായത് എന്ന് മന്ത്രി പറയുമ്പോൾ അതെന്താണ് അദ്ദേഹം അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിശദീകരണം നൽകുന്നുണ്ടോ? സ്കൂളിലെ പ്രശ്നമാണ് ഇതിലേക്ക് വഴിവെച്ചത് എന്ന്. അങ്ങനെ വ്യക്തമായ ഒരു മറുപടി ആ വിഷയത്തിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതിനപ്പുറത്തേക്ക്, ഒരു പ്രതികരണം നടത്തിയതിനപ്പുറത്തേക്ക് കൂടുതൽ വിശദീകരണങ്ങളിലേക്കൊന്നും അദ്ദേഹം കടന്നിട്ടില്ല. അതായത് ഇപ്പോൾ ഈ വിവാദങ്ങൾ ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നതാണ്, ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്നതാണ്. അതിന് കാരണം പള്ളുരുത്തി സ്കൂളിൽ ഉണ്ടായ ഈ പ്രശ്നം, ഗുരുതരമായ ഒരു പ്രശ്നം മറയ്ക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ബോധപൂർവം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന ഒരു വിലയിരുത്തലാണ്, അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ തുടർന്നങ്ങോട്ട് ഏത് തരത്തിലായിരിക്കും സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വരുന്നത് എന്നതാണ് ഇനി അറിയാനുള്ളത്. തൽക്കാലത്തേക്കെങ്കിലും വിവാദങ്ങൾ അവസാനിപ്പിക്കാനായി ഒരുപക്ഷെ അവർ മൗനം തുടരുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ നിലപാട് കടുപ്പിച്ചേക്കും. ഇന്ന് അത്തരമൊരു നിലപാട് ആവർത്തിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ടോ? കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ ജാഥ നടക്കുന്ന ഒരു സമയം കൂടിയാണിത്. കൊച്ചിയിൽ നിന്ന് എന്തെങ്കിലും പുതിയ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ സഭകളുടെ?
മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ ജാഥ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ പ്രശ്നം ഉരുത്തിരിഞ്ഞു വരുന്നതും. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മന്ത്രി ഈ ഹിജാബുമായി ബന്ധപ്പെട്ട് കന്യാസ്ത്രീ ശിരോവസ്ത്രം ധരിച്ച കന്യാസ്ത്രീ ഈ ഹിജാബ് വിഷയത്തിൽ കുട്ടി ശിരോവസ്ത്രം ധരിച്ചു വരാൻ പാടില്ല എന്ന് പറയുന്നതിലെ വിരോധാഭാസം ചോദ്യം ചെയ്തുകൊണ്ട് ഇന്നലെ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യം അങ്ങേയറ്റം ഈ പറഞ്ഞതുപോലെ സഭകളുടെ കോൺട്രിബ്യൂഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പി കെ ഫിറോസ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തിന് ക്രൈസ്തവ സഭകൾ നൽകിയിട്ടുള്ള സംഭാവനകളൊക്കെ കണക്കിലെടുക്കുമ്പോൾ തന്നെ ഇത് വലിയ ഒരു വിമർശനമായി മാറുകയാണ് സർക്കാരിനെതിരെ. പ്രത്യേകിച്ചും സഭകൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ ഫിലിപ്പ് കവിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ, അതായത് സർക്കാരിനെ വിമർശിച്ച് തന്നെ രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ ക്രൈസ്തവ സഭകളുടെ സ്കൂളുകളിൽ ഇത്തരത്തിൽ മുസ്ലിം കുട്ടികളെ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഒരു തരം അധിനിവേശം ഏറുന്ന തരത്തിലേക്ക്, അതല്ലെങ്കിൽ വിദ്യാർത്ഥികളെ കൂടുതൽ ഈ മതപരമായുള്ള കാര്യങ്ങളിൽ ഇടപെടുക, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള അവരുടെ അവകാശ സംരക്ഷണത്തെപ്പറ്റി സംസാരിക്കുകയും അത് മുസ്ലിം ക്രൈസ്തവ ഒരു വിഭാഗീയതയ്ക്ക് തന്നെയുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ആരോപണം ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്നും ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. പ്രത്യേകിച്ചും ഈ സ്കൂളിൽ ആദ്യഘട്ടത്തിൽ ഈ SDPIയുടെ പ്രതിനിധി വന്ന് ബഹളമുണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായപ്പോൾ, അതായത് കുട്ടിയും സ്കൂളും തമ്മിൽ അല്ലെങ്കിൽ അവരുടെ പാരൻസും സ്കൂളും തമ്മിലുള്ള പ്രശ്നത്തിന് അതീതമായിട്ട് ഈ ഒരു വിഷയത്തെ കൊണ്ടെത്തിച്ചത് അത്തരം ഒരു ഇടപെടൽ തന്നെയായിരുന്നു. അത്തരം ഈ പറയുന്നത് പോലെയുള്ള അതായത് ഇടപെടലുകൾ ഈ മുസ്ലിം സംഘടനകളുടെ, അത് പ്രത്യേകിച്ചും ഈ തീവ്രവാദ മുസ്ലിം സംഘടനകളുടെ ഇടപെടലുകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ക്രൈസ്തവ സഭകളുടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ മുന്നോട്ട് വരുന്നത്. അന്നും ഇത്തരത്തിൽ തീവ്രവാദ സംഘടനകളുടെ ഇടപെടലുകൾ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇപ്പോഴും ക്രൈസ്തവ സഭകൾ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹൈക്കോടതിയിൽ ഈ സ്കൂൾ അധികൃതർ ഹർജി നൽകിയിരുന്നു. ഹർജിയുടെ അടിസ്ഥാനത്തിൽ അതായത് അടിയന്തരമായി DD നൽകിയിരിക്കുന്ന ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്നുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു ഈ ഹർജി നൽകിയിരുന്നത്. പക്ഷേ അടിയന്തരമായ സ്റ്റേ ഇല്ല. അതേസമയം സർക്കാരിനോട് ഈ വിഷയത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചിട്ടുണ്ട് കോടതി. പ്രത്യേകിച്ചും CBSE വിഷയത്തിൽ സർക്കാരിന് ഇടപെടാൻ കഴിയുമോ, അതല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സാഹചര്യങ്ങളാണ് സർക്കാരിന് വിശദീകരണം നൽകാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കോടതി ചോദിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി, അതായത് ഇരുവശങ്ങളും കൂടി കേട്ട ശേഷം മാത്രമേ ഈ വിഷയത്തിൽ സ്റ്റേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാനാകൂ എന്നാണ് ജസ്റ്റിസ് VJ അരുണിന്റെ ബെഞ്ച് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതും വിധി പ്രസ്താവന നടത്തിയതും അങ്ങനെയാണ്. അതിനുശേഷം, അതായത് ഇനി വെള്ളിയാഴ്ച വീണ്ടും ആ കേസ് പരിഗണിക്കും. അതിനുശേഷമായിരിക്കും അത് വിദ്യാഭ്യാസ വകുപ്പിന് ഇതിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കാമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാവുക. എന്നിരുന്നാലും സ്കൂൾ മാനേജ്മെന്റ് 2018 ഹൈക്കോടതി വിധി അനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചു തന്നെയാണ് സ്കൂൾ യൂണിഫോമിന്റെ കാര്യത്തിലായാലും അതല്ലെങ്കിൽ സ്കൂളിന്റെ മറ്റ് പ്രൊസീജിയറിന്റെ കാര്യങ്ങളിലായാലും മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇടപെട്ടിരുന്നതാണ്. MP ഉൾപ്പെടെയുള്ള ആളുകൾ, MP അതുപോലെ ഇവിടെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ഡൊമിനിക് പ്രസന്റേഷൻ തുടങ്ങിയ ആളുകളൊക്കെ ഈ സ്കൂളിലെത്തിയ ഒരു